ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടനും അനീഷും തമ്മിലാണ് ആദ്യത്തെ തർക്കം. നമുക്കറിയാം, ആളും തരവും നോക്കാതെ ന്യായം തൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ഒരാളാണ് അനീഷ്. മാത്രമല്ല, ന്യായത്തിന് വേണ്ടി മാത്രമേ ഞാൻ തർക്കിക്കൂ എന്നൊക്കെ പറയുന്നുള്ള ഒരു അനീഷാണ്. സാബുമോൻ, അതായത് സീസൺ 1 വിന്നറായ സാബുമോൻ വന്ന സമയത്തും ഒരു ചോദ്യം അനീഷ് ചോദിക്കുകയുണ്ടായി. സാബുമോൻ ഒഴിഞ്ഞു മാറിയെങ്കിൽ അനീഷ് പറയുന്നുണ്ട്, ഞാൻ ആരുടെ മുന്നിലും ചോദിക്കാനുള്ളത് ചോദിച്ചിരിക്കും, പറയാനുള്ളത് പറഞ്ഞിരിക്കും എന്ന് അനീഷ് പറയുണ്ടായി. ഇന്ന് ലാലേട്ടൻ്റെ മുന്നിൽ 3 ദിവസങ്ങൾക്ക് മുൻപാണ് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയതെന്നും PR വർക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് അനീഷ് പറയുകയുണ്ടായി. ലാലേട്ടൻ പറയുന്നുണ്ട് 12 ദിവസങ്ങൾക്ക് മുൻപ് ഇവിടുന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിന് അനീഷിന് തെളിവ് വേണമെന്ന് ചോദിക്കുമ്പോൾ അനീഷിന് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഇട്ടാപ്പൊക്കെ ന്യായങ്ങൾ ഇനി അനീഷ് പറയോ, അനീഷ് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയോ, ഇനി ലാലേട്ടൻ്റെ അടുത്ത് തർക്കിച്ചാൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള സംശയം കൊണ്ട് ഒരു പക്ഷേ അനീഷ് സൈലൻ്റ് ആവാം. ഈ ഒരു പ്രമോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും അനീഷിന് കുറച്ച് നെഗറ്റീവായി മാറിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്കറിയാം, ഒരു സംശയമില്ലാതെ പറയാം, സീസൺ 7 ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ ഒരാൾ അനീഷ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ എന്താകാം, അനീഷിൻ്റെ അടുത്ത് ഇത്തരം നെഗറ്റീവുകളൊക്കെ പറ്റുന്നുണ്ട്. അനീഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക.